ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന മൂവി. ഞാൻ പ്രൊണൗൺസ് ചെയ്ത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഈ മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ വിപിൻ ദാസാണ്, ഗുരുവായൂർ അമ്പലനടയുടെ ഡയറക്ടർ. അദ്ദേഹം ആദ്യത്തെ പ്രൊഡക്ഷൻ വർക്കായിരുന്നത് വാഴയായിരുന്നു. രണ്ടാമത്തെ മൂവിയാണ് ഈ മൂവി. ഈ മൂവി ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഡെബ്യൂ ഡയറക്ടറാണ്, വിപിൻ തന്നെയാണ് പേര്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാഴയിൽ കണ്ടിരുന്ന ആക്ടേഴ്സ് തന്നെയാണ് ഇതിൽ കൂടുതലും കാണുന്നത് നമുക്ക് ഈ ഫിലിമിലും. ഇതൊരു കോമഡി ജേണറിലും വരുന്ന മൂവിയാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടാൽ ഒരു മരണം റിലേറ്റഡ് ആണ്. പിന്നെ ടൈറ്റിൽ കണ്ടാൽ അറിയാൻ പറ്റും ഒരു മരണം റിലേറ്റഡ് ആണ്. പക്ഷേ ഇതൊരു മരണ വീടാണ്. അതിൽ നടക്കുന്ന കുറേ ഹ്യൂമർ എലമെന്റ്സ് ആണ് ഈ മൂവിയിൽ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ്. നല്ല അടിപൊളി, തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ഹ്യൂമർ എലമെന്റ്സ് ഉണ്ട്. തുടക്കം നമുക്ക് ക്യാരക്ടർ ഇൻട്രോഡ് അവിടെ മാത്രം ഒരു ചെറിയൊരു കോമഡി കുറവ് പോലെ തോന്നിയുള്ളൂ. പിന്നെ അങ്ങോട്ട് അടിപൊളിയാണ്. അതിൽ ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് സൂപ്പർ ആയിട്ടുണ്ട്. അനശ്വർ രാജനായാലും ജോമോൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇതിൽ കുറച്ച് സീൻസ് ഉള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ ആൾ തകർക്കുന്നുണ്ട്. പിന്നെ സിജു സണ്ണിയും അടിപൊളിയായിട്ടുണ്ട്. വാഴയിലുള്ള കുറേ പേരുണ്ട്. അസീസ് പക്ഷെ ആ വാഴയിലെ അതേ മാനറിസംസ് ഫീൽ ചെയ്ത് ഇതിൽ നമ്മളിപ്പോൾ രണ്ട് സീനും കണ്ടു കഴിഞ്ഞാൽ ആള് വാഴയിലെയും ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരേപോലെ തോന്നും നമുക്ക് ക്യാരക്ടർ. നോബിയും ഏകദേശം അതേപോലെ തന്നെ കീപ്പ് ചെയ്തേക്കാണ്. പക്ഷെ ഭയങ്കര മെച്യൂറായിട്ടിരിക്കുന്നുണ്ട് ആക്ടിങ്. മൂവി ആസ് സച്ച് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹ്യൂമറാണ്. നിങ്ങൾ ഫാമിലിക്ക് മൊത്തത്തിൽ ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഹ്യൂമർ എലമെന്റ്സ് ആണ് ഉള്ളത്. അല്ലാണ്ട് ന്യൂജൻ ഹ്യൂമറോ അങ്ങനെ ചില ഈ പറഞ്ഞ പോലെ ട്രോൾ വീഡിയോസും ട്രോൾ ഇമേജസിൻ്റെ ഒക്കെ മീംസിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഫോളോ ചെയ്യാത്തവർക്ക് ചിലപ്പോൾ കിട്ടില്ല. എന്നാലും കുറേയൊക്കെ നല്ല രസകരമായ കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പുതിയ ആക്ടേഴ്സ് ഇഷ്ടം പോലെയാണ്. നമ്മുടെ ചൂരലിലൊക്കെ പുള്ളിക്കാരനൊക്കെ ഉണ്ട്. ആളും നല്ല മെച്യൂറായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ഫസ്റ്റ് മൂവിയാന്ന് തോന്നില്ല. പിന്നെ നമ്മുടെ സീനിയർ ആൾക്കാർ മല്ലിക സുകുമാരൻ, ബൈജു, അവരുടെ സൈഡ് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിനും നല്ല പെർഫോം ചെയ്യാനുള്ള ചെറിയ സീൻ ഉണ്ടെങ്കിലും അവർ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മൂവിയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തന്നെ ചെറിയൊരു മൂവിയാണ്. 1 മണിക്കൂർ 56 മിനിറ്റുള്ളൂ. എനിക്ക് പൊതുവേ ഒരു ചെറിയൊരു മൂവി ഫുൾ പാക്കഡായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു മൂവി ആയിട്ട് തന്നെ എനിക്ക് ഇത് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിനേക്കാൾ മുമ്പത്തെ വിപിൻ ദാസ് എന്ന പുള്ളിക്കാരൻ്റെ ഗുരുവായൂർ അമ്പലനടയും അത് പിന്നെ ബിഗ് സ്കെയിലുള്ള ഒരു മൂവിയായിരുന്നു. പിന്നെ വാഴനേക്കാളും എനിക്ക് കുറച്ചുകൂടി രസകരമായിട്ട് തോന്നിയത് ഈ മൂവിയാണ്. വാഴയിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഇമോഷണൽ സീൻസൊക്കെ നല്ല രസമായതുകൊണ്ടാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയത്. അതിനേക്കാളും കൂടുതൽ നല്ല രസമായിട്ട് കോമഡി ഫീൽ ചെയ്തത് ഇതാണ്. ചെറിയൊരു മൂവിയാണ്, കുട്ടി മൂവിയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കണ്ടാൽ മതി ഈ മൂവി. നമ്മളിപ്പോൾ കാശ് കൊടുത്ത് കാണുന്നതിൻ്റെ മുതലായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 10 8.5 സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയ ഒരു മൂവിയാണ്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. ജസ്റ്റ് ഒരു ഗോ ആൻഡ് വാച്ച്. അല്ലാതെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റാവുന്ന കുറേ നാളത്തേക്ക് നിൽക്കും എന്നൊരു തോന്നൽ വേണ്ട. ആ നിമിഷം നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെൻ്റ് ആണ്. അവിടുത്തെ നമ്മുടെ സൗത്ത് കേരള ആക്സെൻറ്റ്, ട്രിവാൻഡ്രം കൊല്ലം ആക്സെൻറ്റ് അവർ നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു പാക്കേജ് തന്നെയാണ് ഈ മൂവി. നിങ്ങളും അടുത്ത തിയേറ്ററുകളിൽ പോയി കാണുക. ഒരു ഫാമിലിയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ ആഴ്ച എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ഇറങ്ങിയത് ഈ മൂവിയാണ്. അപ്പോൾ നിങ്ങൾ കാണാം. നിങ്ങൾക്കും എന്താണ് അഭിപ്രായം തോന്നിയെന്ന് നിങ്ങളത് മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.